Hi all, my name is Gino and today we are going to deal with a small topic, parts of speech. ഇന്ന് പല മത്സര പരീക്ഷകളിലായാലും സ്കൂൾ തലത്തിലായാലും ഡിഗ്രി തലത്തിലായാലും കുട്ടികൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാമിനേഷന് വരുന്ന ഒരു ടോപ്പിക്കാണ് ശരിക്കും പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായും കുട്ടികൾ തെറ്റുവരുത്തുന്ന ഒരു പ്രവണതയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ നമുക്കിന്ന് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ച് എക്സ്പ്ലെയിൻസ് ഹൗ എ വേർഡ് ഈസ് യൂസ്ഡ് ഇൻ എ സെന്റൻസ്. ഒരു വേർഡ് ഒരു സെന്റൻസിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ദെൻ പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് ഓൾസോ നോൺ ആസ് വേർഡ് ക്ലാസസ്. പാർട്സ് ഓഫ് സ്പീച്ചിന് നമ്മൾ വേർഡ് ക്ലാസസ് എന്നും വിളിക്കുന്നുണ്ട്. പാർട്സ് ഓഫ് സ്പീച്ചിനെ എട്ട് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. സോ there are 8 kinds of parts of speech. First one noun, second one pronoun, third one adjective, fourth one verb, fifth one adverb, sixth one preposition, seventh one interjection, and seventh one conjunction, and eighth one interjection. So firstly we should know about what is a noun. Noun എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണിനെ നമ്മൾ പൊതുവെ നെയിമിംഗ് വേർഡ് എന്നും വിളിക്കാറുണ്ട്. നെയിമിംഗ് വേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ഒരു ആളുടെ പേരോ ഒരു വ്യക്തിയുടെ പേരോ ഒരു സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു തിങ്ങിന്റെ പേര് അല്ലെങ്കിൽ ഒരു ഐഡിയക്കാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പം അച്ചു എന്ന് പറയുന്ന ഒരു നൗണാണ്. ദെൻ അച്ചു ലിവ്സ് ഇൻ കോട്ടയം. ഓക്കെ, അച്ചു എന്ന് പറയുന്ന ഒരു നൗണാണ് ആൻഡ് ഹി ലിവ്സ് ഇൻ കോട്ടയം. കോട്ടയം എന്ന് പറയുന്നതും ഒരു നൗണാണ്. ദെൻ സെക്കൻഡ് വൺ pronoun. So noun എന്ന് പറഞ്ഞാൽ as I already said, noun is the name of a person, place or thing. Then second one pronoun. Pronounന് നമ്മൾ നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് pronoun എന്ന് പറയുന്നത്. Pronoun describes a noun. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം pronoun എന്ന് പറയുന്നത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് pronoun എന്ന് പറയുന്നത്. ഇപ്പൊ അച്ചു എന്ന് പറയുന്ന വ്യക്തി, അച്ചു ഹി ലിവ്സ് ഇൻ കോട്ടയം, അത് ഒരു സെന്റൻസ് ആണ്. ആൻഡ് ഹി ഈസ് സ്റ്റഡിയിങ് ഇൻ സെയിന്റ് ജോർജ് സ്കൂൾ. അച്ചു കോട്ടയത്താണ് ജീവിക്കുന്നത്. അവൻ എവിടെയാണ് പഠിക്കുന്നത്? ഹി സ്റ്റഡിയിങ് ഇൻ സെയിന്റ് ജോർജ് സ്കൂൾ. ഹി എന്ന് പറയുന്നത് അവിടെ ഒരു പ്രോനൗൺ ആണ്. ഹി, ഷീ, ഇറ്റ്, ദേ, വി എന്നൊക്കെ പറയുന്നത് പ്രോനൗൺ ആണ്. ദെൻ തേർഡ് വൺ adjective. What is an adjective? Adjective describes a noun or a pronoun. Adjective describes a noun or a pronoun. നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് adjective എന്ന് പറയുന്നത്. Example, that is a small building. So നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു പ്രോനൗൺ ഉണ്ട്, ഒരു നൗൺ ഉണ്ട്. ദാറ്റ് എന്ന് പറയുന്നത് പ്രോനൗൺ ആണ്, ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ഇനി ആ ബിൽഡിങ്ങിനെ ആ നൗണിനെ വർണ്ണിക്കുന്നതാണ് ശരിക്കും സ്മോൾ എന്ന് പറയുന്നത്. സോ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ സ്മോൾ ആണ്. സോ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ആ നൗണിനെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് സ്മോൾ എന്ന് പറയുന്നത്. സോ സ്മോൾ ഈസ് ആൻ അഡ്ജക്റ്റീവ് ഹിയർ. ദെൻ ഫോർത്ത് വൺ വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ഞാനിപ്പോ ചെയ്യുന്നൊരു വെർബാണ്. ഐ ആം ടീച്ചിങ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ടീച്ചിങ് എന്ന് പറയുന്നത് വെർബാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് വെർബ് എന്ന് പറയുന്നത്. ക്രിയയാണ് വെർബ് എന്ന് പറയുന്നത്. ദെൻ വെർബിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. ഹി പ്ലേസ് football.
ഹി പ്ലേസ് ഫുട്ബോൾ. അവൻ എന്താണ് ചെയ്യുന്നത്? അവനവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? അവിടെ വെർബ് എന്ന് പറയുന്നത് ഹി പ്ലേസ് ഫുട്ബോൾ. അവനവിടെ ഫുട്ബോൾ കളിക്കുവാണ്. അതാണ് വെർബ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത് വൺ, ആഡ്വർബ്. ആഡ്വർബ് എന്ന് പറയുന്നത് ആഡ്വർബ് ഡിസ്ക്രൈബ്സ് എ വെർബ്, വെർബ് ആൻഡ് അഡ്ജക്റ്റീവ്. വെർബിനെയും അഡ്ജക്റ്റീവിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാധാരണയായി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആഡ്വർബ് എൽ വൈ എന്ന് പറയുന്ന സെന്റൻസുകളിൽ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. എൽ വൈയിലാണ് ശരിക്കും ആഡ്വർബ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവസാനിക്കുക, അല്ലെങ്കിൽ മിഡിൽ പോർഷനിൽ നമുക്ക് കാണാൻ കഴിയും. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ക്വിക്ലി എന്ന് പറയുന്നത് ഒരു ആഡ്വർബ് ആണ്. ക്വിക്ലി ഹി റോട്ട്. ക്വിക്ലി എന്ന് പറയുന്നതും റൈറ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, ക്വിക്ലി ഹി റോട്ട്. അവൻ വളരെ വേഗത്തിലാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് അവൻ എഴുതാൻ കഴിയുന്നു, അതിനെയാണ് നമ്മൾ ക്വിക്ലി എന്ന് പറയുന്നത്. സോ എൽ വൈ, ഇത് അവസാനിച്ചിരിക്കുന്നത് എൽ വൈയിലാണ്. സോ ദിസ് ഇസ് ആൻ ആഡ്വർബ്. ദെൻ നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസില് വേർഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കറിയാം കുറെ പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇൻ, ഓൺ, ആറ്റ്, അണ്ടർ എന്നൊക്കെ പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. എക്സാമ്പിൾ, ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. അപ്പം നമ്മളിപ്പോ ഇവിടെ ഓൺ ഇവിടെ ഇല്ലാന്ന് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദ ബുക്ക് ഈസ് ദ ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മീനിങ് ഐഡിയ ഉണ്ടോ? ഇല്ല. സോ ഒരു സെന്റൻസിന് ഒരു മീനിങ് ഐഡിയ കൊണ്ടുവരണമെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും ഒരു പ്രിപ്പോസിഷനും വേണം. അപ്പൊ ഇവിടെ ഓൺ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആണ്. ദെൻ സെവൻത് വൺ, കൺജങ്ഷൻ. കൺജങ്ഷനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജോയിനിങ് വേർഡ് എന്നാണ് പറയുന്നത്. ജോയിനിങ് വേർഡ് അതായത് രണ്ട് സെന്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ട് വേർഡ്സിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒന്നിനെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അതിനായി നമ്മൾ കൺജങ്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് ആൻഡ്, ബട്ട്, യെറ്റ്, ബിക്കോസ്, ഇതെല്ലാം കൺജങ്ഷൻസ് ആണ്. അതിന് വേറൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ജോൺ ആൻഡ് ബോബ് ആർ ഗുഡ് ഫ്രണ്ട്സ്. സോ ഇവിടെ കൺജങ്ഷൻ ഏതാണ്? ആൻഡ് എന്ന് പറയുന്നതാണ് ഇവിടെ കൺജങ്ഷൻ. ജോണും ബോബും വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. സോ ആൻഡ് ഈസ് ദ കൺജങ്ഷൻ ഹിയർ. ആൻഡ് ദ ഫൈനൽ വൺ, ഇന്റർജെക്ഷൻ. വാട്ട്സ് ആൻ ഇന്റർജെക്ഷൻ? ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർജെക്ഷൻ ഷോസ് സഡൻ ഫീലിംഗ് ആണ് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹായ്, ഹേ, oops, wow എന്നൊക്കെ പറയുന്നത് ഇന്റർജെക്ഷൻസ് ആണ്. നമുക്ക് പെട്ടെന്ന് നമ്മൾ വളരെ നാളുകളായിട്ട് കാണാണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടുമുട്ടുവാണ്. അയാളെ പെട്ടെന്ന് കാണുമ്പോൾ ഹായ്, ഹലോ, ഹൗ ആർ യു എന്ന് പറയും, നമുക്ക് കെട്ടിപ്പിടിക്കാം അല്ലെ? അതൊരു ഇന്റർജെക്ഷൻ ആണ്, അതൊരു സഡൻ ഫീലിംഗ് ആണ്. ഇപ്പം oops, my leg hurts, എന്താണ്, എനിക്ക് എന്റെ കാല് വേദനിക്കുന്നു, അതിനെ നമുക്ക് ഇന്റർജെക്ഷൻ എന്ന് പറയാം. സോ ഒന്നുകൂടി പറയാം, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്, പാർട്സ് ഓഫ് സ്പീച്ച് ഒരു വേർഡിനെ സെന്റൻസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ആൻഡ് പാർട്സ് ഓഫ് സ്പീച്ച് ഈസ് ഓൾസോ നോൺ ആസ് വേർഡ് ക്ലാസസ്. Then there are 8 kinds of parts of speech. First one, noun. Noun എന്ന് പറയുന്നത് ഒരു നെയിമിംഗ് വേർഡ് ആണ്. അപ്പോൾ അച്ചു എന്ന് പറയുന്നത് ഒരു നെയിം ആണ്. ആൻഡ് ഹി ലിവ്സ് ഇൻ കോട്ടയം. കോട്ടയം എന്ന് പറയുന്നതും ഒരു നൗൺ ആണ്. ദെൻ പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറയുന്നത് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. സോ അച്ചു എന്ന് പറയുന്ന കുട്ടിയെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്തേക്കുവാണ്. ഹി ഈസ് സ്റ്റഡിങ് ഇൻ സെന്റ് ജോർജ് സ്കൂൾ. അവൻ സെന്റ് ജോർജ് സ്കൂളിലാണ് പഠിക്കുന്നത്. ദെൻ ആഡ്ജക്റ്റീവ്. Adjectives describes a noun or a pronoun. She sang well.
അവൾ എങ്ങനെയാണ് പാടിയിരിക്കുന്നത്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതിനെ നമുക്ക് ആഡ്ജക്റ്റീവ് എന്ന് പറയാം. ദെൻ വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ. ഹി പ്ലേസ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ ആണ് കളിക്കുന്നത്. സോ അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്നത്. ദെൻ ആഡ്വർബ് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, LY സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നതിനാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുന്നത്, ഒരു ആഡ്വർബ് എന്ന് പറഞ്ഞാൽ വെർബിനെയും അതുപോലെ തന്നെ അഡ്ജക്റ്റീവിനെയും എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ക്വിക്ലി ഹി റോട്ട്, അല്ലെങ്കിൽ ഷീ സാങ് ക്വിക്ലി, സഡൻലി ഹി വെന്റ് ടു സംവെയർ എന്നൊക്കെ പറയുന്നത് ഒരു ആഡ്വർബാണ്. ദെൻ 6 പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്, ഒരു പ്രിപ്പോസിഷൻ കൂടാണ്ട് നമുക്കൊരു സെന്റൻസിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ദ സെന്റൻസ് ഈസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് പ്രിപ്പോസിഷൻ. ഇൻ, ഓൺ, ആറ്റ്, അണ്ടർ എന്നൊക്കെ പറയുന്നത് പ്രിപ്പോസിഷൻസ് ആണ്. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ഈ ബുക്കിനെ ഒന്നുകൂടി, അല്ലെങ്കിൽ ആ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അവിടെ ഇല്ലെങ്കിൽ ആ സെന്റൻസ് ഇൻകംപ്ലീറ്റ് ആണ്. ദെൻ കൺജങ്ഷൻ എന്ന് പറയുന്നത് ജോയിനിങ് വേർഡ് ആണ്. ആൻഡ്, ബട്ട്, യെറ്റ്, ബിക്കോസ് എന്നൊക്കെ പറയുന്നതാണ് കൺജങ്ഷൻസ്. ഇപ്പോൾ ജോൺ ആൻഡ് ബോബ് ആർ ഗുഡ് ഫ്രണ്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അവിടെ ആൻഡ് എന്ന് പറയുന്നത് രണ്ട് വേർഡ്സിനെ അല്ലെങ്കിൽ സെന്റൻസിനെ കമ്പൈൻ ചെയ്യുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ വൺ, ഇന്റർജെക്ഷൻ. ഇറ്റ് ഷോസ് സഡൻ ഫീലിംഗ്. ഹായ്, ഹേ, ഊപ്സ്, വാവ് എന്നൊക്കെ പറയുന്നത് ഇന്റർജെക്ഷൻ ആണ്. Hope all of you understood, and thank you.